ദൈവവചന ചിന്തയ്ക്ക് ആധാരമായിട്ട് സങ്കീർത്തനങ്ങൾ 62-ന്റെ 8-ാം വാക്യത്തിൽ നിന്നുമാണ് അല്പസമയം ഒരു ചെറിയ ചിന്ത നിങ്ങളുമായി ഷെയർ ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഇതിനാധാരമായ വാക്യം വായിക്കുന്നു. ജനമേ, എല്ലാ കാലത്തും അവനിൽ ആശ്രയിപ്പിൻ, നിങ്ങളുടെ ഹൃദയം അവൻ്റെ മുമ്പിൽ പകരുവിൻ. ദൈവം നമ്മുടെ സങ്കേതമാകുന്നു. ദാവീദിൻ്റെ ഒരു സങ്കീർത്തനമാണ്. നമുക്കറിയാം, താൻ ആശ്രയിച്ച ദൈവത്തിൻ്റെ ഒരു പരിപാലനം അനുഭവിച്ചറിഞ്ഞൊരു വ്യക്തിക്ക് മാത്രമേ ഇത്ര ഉറച്ച ശബ്ദത്തിൽ ഇങ്ങനെ പറയുവാൻ സാധിക്കുകയുള്ളൂ. ജനമേ, എല്ലാ കാലത്തും യഹോവയിൽ ആശ്രയിപ്പിൻ എന്ന്. ദാവീദ് താൻ വന്ന വഴികളിൽ തൻ്റെ സാഹചര്യത്തിൽ അത് അനുഭവിച്ചറിഞ്ഞവനാണ്. അതുകൊണ്ടാണ് തനിക്ക് ഇത്രയും പ്രാഗൽഭ്യത്തോടുകൂടി പറയുവാൻ കഴിയുന്നത്. ജനമേ, എല്ലാ കാലത്തും അവനിൽ ആശ്രയിപ്പിൻ, നിങ്ങളുടെ ഹൃദയം അവൻ്റെ മുമ്പിൽ പകരുവിൻ, ദൈവം നമ്മുടെ സങ്കേതമാകുന്നു എന്ന്. അതുപോലെ നമ്മളുടെയൊക്കെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമ്മൾ വന്ന സാഹചര്യത്തിലൊക്കെ നമ്മൾ നമ്മുടെ ദൈവത്തിൻ്റെ ആ കരുതൽ, ആ സ്നേഹം, പരിപാലനം ഒക്കെ നമ്മൾ അനുഭവിച്ചറിഞ്ഞവരാണ്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ കഷ്ടതയിലും പ്രതിസന്ധി ഘട്ടങ്ങളിലും ഒക്കെ നമ്മൾ അവരെ ധൈര്യപ്പെടുത്തുന്നവരായിരിക്കണം. നമ്മുടെ കർത്താവിൻ്റെ വീര്യപ്രവൃത്തികൾ, അത്ഭുത പ്രവൃത്തികൾ, നമ്മുടെ കർത്താവിൻ്റെ ആർദ്രമായ ആ സ്നേഹം, ഇവയെല്ലാം നമുക്ക് മറ്റുള്ളവരോട് വിളിച്ചു പറയുവാൻ തക്കവണ്ണം സാധിക്കണം. കാരണം നമുക്കത് വിളിച്ചു പറയുവാൻ സാധിക്കുന്നത് നമ്മളത് അറിഞ്ഞതുകൊണ്ടാണ്. ആ കർത്താവിൻ്റെ ആ പരിപാലനം അനുഭവിച്ചറിഞ്ഞ ഒരു വ്യക്തിക്ക് മാത്രമേ അത് വിളിച്ചു പറയുവാൻ തക്കവണ്ണം കഴിയുകയുള്ളൂ. നമ്മൾ സേവിക്കുന്ന ദൈവം സർവശക്തനാണ്. അവൻ്റെ ഒരു വാക്കുകൊണ്ട് ആകാശത്തെയും ഭൂമിയെയും അവൻ സൃഷ്ടിച്ചു. അവൻ്റെ വായിലെ ശ്വാസത്താൽ ആകാശത്തിലെ സൈന്യത്തെയും ഉളവാക്കിയ ദൈവം, ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തിയ ദൈവം, ഈ ദൈവം വിശ്വസ്തനായ ദൈവമാണ്. പ്രിയ ദൈവമക്കളെ, ദൈവത്തിൻ്റെ സ്വഭാവത്തിന് വിപരീതമായി ദൈവം ഒന്നും തന്നെ പ്രവർത്തിക്കുകയില്ല എന്നതാണ് ദൈവത്തിൻ്റെ വിശ്വസ്തത എന്ന് പറയുന്നത്. ഇവിടെ സങ്കീർത്തനക്കാരനായ ദാവീദ് ദൈവത്തിലുള്ള വിശ്വാസം താൻ ആവർത്തിച്ചു പറയുകയും നമ്മെ ആ ആശ്രയമാകുന്ന പാറയിൽ ഉറപ്പിക്കുകയും ചെയ്യുകയാണ്. സങ്കീർത്തനത്തിൻ്റെ ആദ്യ ഭാഗം നമ്മൾ പഠിക്കുമ്പോൾ തനിക്കൊരു പ്രത്യാശയുണ്ട്. അവന് രക്ഷ വരുന്നത് ദൈവത്തിങ്കിൽ നിന്നാണെന്ന്. തൻ്റെ ആ സാഹചര്യങ്ങളുടെ നടുവിൽ നിന്നുകൊണ്ട് പ്രശ്നങ്ങൾക്കെതിരെ താൻ മൗനമായി നിൽക്കുകയാണ്. തനിക്കറിയാം, രക്ഷ അവങ്കിൽ നിന്ന് വരുന്നു. ദൈവത്തിൻ്റെ ആ വലിയ പ്രവൃത്തികൾക്കായി താൻ കാത്തിരിക്കുകയാണ്. താൻ പറയുകയാണ്, അവനെൻ്റെ രക്ഷയാകുന്നു, അവനെൻ്റെ പാറയാകുന്നു, അവനെൻ്റെ സങ്കേതമാകുന്നു. അതെ, എൻ്റെ ഉള്ളമേ, ദൈവത്തെ നോക്കി മൗനമായിരിക്കുക. പ്രിയ ദൈവമക്കളെ, ദാവീദിൻ്റെ ആ ദൈവത്തിലുള്ള ആശ്രയമാണ്. താൻ അവിടെ മൗനമായിരിക്കുകയാണ്. എന്തുകൊണ്ടാണ്? അവനറിയാം, അവൻ്റെ രക്ഷയാകുന്ന, അവൻ്റെ പാറയാകുന്ന, അവൻ്റെ സങ്കേതമാകുന്ന ദൈവത്തിൽ അവൻ പൂർണ്ണമായി ആശ്രയം വച്ചിരിക്കുകയാണ്. പ്രിയ ദൈവമക്കളെ, പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നാം ഒക്കെ പതറിപ്പോകാറുണ്ട്. പലപ്പോഴും നമ്മൾ ജഡത്തിൽ ആശ്രയിക്കാൻ നമ്മൾ പരീക്ഷിക്കപ്പെടാം. എന്നാൽ ദൈവത്തിൻ്റെ ശക്തിയിൽ ആഴമായി ആശ്രയിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ധൈര്യത്തോടെ അതിനെയൊക്കെ അതിജീവിക്കുവാൻ തക്കവണ്ണം സാധിക്കും. നമ്മുടെ ഏത് അവസ്ഥയായിക്കോട്ടെ, നമ്മുടെ രോഗാവസ്ഥയായിക്കോട്ടെ, നമ്മുടെ കഷ്ടതയുടെ നടുവിൽ ഏതുമായിക്കോട്ടെ, സന്തോഷവേളയിൽ ഏതവസ്ഥകളുടെ നടുവിൽ നാം ആയിരുന്നാലും നമ്മുടെ ആശ്രയം നമ്മുടെ സർവശക്തനായ കർത്താവിങ്കിലായിരിക്കണം. നമുക്കറിയാം, ദൈവത്തിൻ്റെ വാഗ്ദത്ത പ്രകാരം ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് കനാൻ ദേശത്തേക്ക് പോകുമ്പോൾ ചെങ്കടലിങ്കൽ വെച്ച് അവരുടെ വിശ്വാസം ചോർന്നു പോവുകയാണ്. അവർ മോശയോട് പിറുപിറുക്കുകയാണ്. എന്താണ്, മിസ്രൈമിൽ ശവക്കുഴി ഇല്ലാഞ്ഞിട്ടാണോ നീ ഞങ്ങളെ മരുഭൂമിയിൽ മരിപ്പാൻ കൂട്ടിക്കൊണ്ട് വന്നത്? മരുഭൂമിയിൽ മരിക്കുന്നതിനേക്കാൾ മിസ്രൈമ്യർക്ക് വേല ചെയ്യുന്നതായിരുന്നു ഞങ്ങൾക്ക് നല്ലത്. അവർ പിറുപിറുക്കുകയാണ്. എന്നാൽ മോശ അവിടെ ജനത്തെ ധൈര്യപ്പെടുത്തുകയാണ്. മിണ്ടാതിരുന്ന് യഹോവയുടെ രക്ഷ കണ്ടുകൊള്ളുകയും, യഹോവയായ ദൈവം നമ്മുടെ അവിടെ ബലമുള്ള കയ്യാലും നീട്ടിയ ഭുജത്താലും മഹാഭയങ്കര പ്രവൃത്തിയോലും അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും ഒക്കെ അവരെ പുറപ്പെടുവിച്ചത് അവർ മറന്നുപോകുകയാണ്. മുമ്പോട്ട് പോകുന്തോറും അവർക്ക് വിശക്കുകയും ദാഹിക്കുകയും ഒക്കെ ചെയ്തു.
അവിടെയെല്ലാം യഹോവയായ ദൈവം അവരെ പോഷിപ്പിച്ചു വഴി നടത്തി. പ്രിയ ദൈവമക്കളെ, നമ്മുടെയൊക്കെ ആഴമായ ഒരു ബന്ധത്തിൽ നിന്നുള്ള ഒരു വിശ്വാസമാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. അതെ, നമ്മളിൽ നിന്നൊക്കെ ഒരു പൂർണ്ണമായൊരു വിശ്വാസം ദൈവം ആഗ്രഹിക്കുകയാണ്. ഒരു ചെങ്കടൽ നമ്മുടെ മുമ്പിൽ വന്ന് അത് യോർദാൻ നമ്മുടെ മുമ്പിൽ കവിഞ്ഞൊഴുകിയാൽ, അല്ലെങ്കിൽ ഒരു ദാഹത്തിൻ്റെ അല്ലെങ്കിൽ ഒരു വിശപ്പിൻ്റെ അനുഭവം നമ്മുടെ മുമ്പിൽ വന്നുവെങ്കിൽ നമ്മുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുവാൻ, അല്ലെങ്കിൽ നമ്മുടെ ആ വിശ്വാസത്തെ ആ പ്രതിസന്ധി ഘട്ടത്തിൽ നമ്മളെ ഒന്ന് പരിശോധിക്കുവാൻ, പൂർണ്ണമായൊരു വിശ്വാസം നമ്മുടെ ദൈവത്തോട് ഉണ്ടാകുവാനൊക്കെ നമ്മളെ പല ശോധനകളിൽ കൂടി ദൈവം നടത്തുകയാണ്. നമ്മൾ വേഗം ഒരു മറുപടിക്ക് വേണ്ടി കാത്തിരിക്കരുത്. ദൈവത്തിന് നമ്മൾ പ്രവർത്തിക്കുവാനുള്ള ഒരു സമയം നമ്മൾ കൊടുക്കണം. നമ്മൾ ദൈവസന്നിധിയിൽ മൗനമായിരുന്നാൽ തക്ക സമയത്ത് അവൻ്റെ കരം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. നമുക്കൊരു വിശ്വാസം വേണം, അവൻ എനിക്ക് വേണ്ടി പ്രവർത്തിക്കും. ഏത് പ്രതിസന്ധികളുടെ ഘട്ടത്തിലും ദൈവത്തിന് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ തക്കവണ്ണം കഴിയും. അതെ, വിശ്വാസത്തിൽ നമ്മുടെ ഒരു ദീർഘക്ഷമയാലും ഒക്കെ നാം നമ്മുടെ വിശ്വാസ ജീവിതത്തെ ഉറപ്പിക്കുവാൻ തക്കവണ്ണം ഇടയാകണം. നമ്മുടെ ചിന്തകൾ, ആഗ്രഹം, ഭാരം എല്ലാം ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മൾ പകരുകയാണെങ്കിൽ അതിനൊരു നീക്കുപോക്ക് കൽപ്പിക്കുവാൻ തക്കവണ്ണം മതിയായവനായൊരു ദൈവമാണ് നമ്മുടെ ദൈവം. ആ കർത്താവിൽ നമുക്ക് ഓരോരുത്തർക്കും ആശ്രയിക്കുവാൻ തക്കവണ്ണം കഴിയണം. അത്യുന്നതനായ ദൈവത്തിൻ്റെ മറവിൽ നമുക്ക് വസിക്കുവാൻ നമുക്കിടയാകണം. അതിനൊരു സമയഭേദമില്ല മക്കളെ. നമ്മുടെ ജീവിത സാഹചര്യം ഏതുമായിക്കൊള്ളട്ടെ, സുഖത്തിലും ദുഃഖത്തിലും ദാരിദ്ര്യത്തിലും എന്തിൻ്റെയൊക്കെ നടുവിൽ നമുക്ക് ആയിരുന്നാലും നമുക്ക് അവനിലൊരു ആശ്രയിക്കുവാൻ, ആ ആശ്രയമായിരിക്കുന്ന പാറയെങ്കിലേക്ക് നമുക്ക് ഓടിച്ചെല്ലുവാൻ തക്കവണ്ണം കഴിയണം. യഹോവയാം യാഗിൽ ശാശ്വതമായ ഒരു പാറയുള്ളതിനാൽ യഹോവയിൽ എന്നേക്കും ആശ്രയിപ്പിൻ. ജനമേ, എല്ലാ കാലത്തും യഹോവയിൽ ആശ്രയിപ്പിൻ. ആ വലിയവനായ രക്ഷകനെ കണ്ടുമുട്ടുവാനുള്ള ഒരു ഭാഗ്യം, ഒരു കൃപ ദൈവം നമുക്ക് ഓരോരുത്തർക്കും നൽകിയിട്ടുണ്ട്. നമ്മുടെ വിശ്വാസ ജീവിതത്തെ ഒന്നും കൂടി അരക്കിട്ടുറപ്പിച്ചുകൊണ്ട് ആ വലിയവനായ കർത്താവിൽ ഇന്ന് പകൽക്കാലം നമുക്ക് ഓരോരുത്തർക്കും ആശ്രയിക്കുവാൻ തക്കവണ്ണം ഇടയാകണം. നമ്മുടെ വിശ്വാസ ജീവിതത്തെ നമുക്ക് മുമ്പോട്ട് നയിക്കുവാൻ തക്കവണ്ണം ഇടയാകണം. ഈ പകൽക്കാലം ആരെങ്കിലും ഭാരത്തോടെ പ്രയാസത്തോടെ ആയിരിക്കുന്നുവെങ്കിൽ പ്രിയ ദൈവമക്കളെ, ഇന്ന് പകൽക്കാലം എനിക്ക് നിങ്ങളോട് വിളിച്ചു പറയുവാനുള്ളത്, ജനമേ, എല്ലാ കാലത്തും അവനിൽ ആശ്രയിപ്പിൻ. നിങ്ങളുടെ ഹൃദയം അവൻ്റെ മുമ്പിൽ പകരുവിൻ. അവൻ നമ്മുടെ സങ്കേതമാകുന്നു. ആ സങ്കേതമാകുന്ന, നമ്മൾ ആശ്രയിക്കുന്ന ആ ദൈവത്തിൽ നമുക്ക് പൂർണ്ണമായും പകൽക്കാലം വിശ്വാസം അർപ്പിച്ച് നമ്മുടെ വിശ്വാസ ജീവിതത്തെ മുമ്പോട്ട് നയിക്കുവാൻ തക്കവണ്ണം സർവ്വകൃപാലുവായ ദൈവം നമുക്ക് ഓരോരുത്തർക്കും ശക്തി നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പകൽക്കാലം നമുക്ക് ഓരോരുത്തർക്കും ഈ വചനത്തിൻ്റെ മുമ്പിൽ നമ്മളെ തന്നെ സമർപ്പിക്കാം. സർവ്വകൃപാലുവായ ദൈവം നമ്മളെ ഓരോരുത്തരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ചുരുങ്ങിയ വചനത്തിൽ ഞാൻ ഇരിക്കുവാൻ ആഗ്രഹിക്കുന്നു.